ഞാനുമായിട്ട് വളരെ അടുപ്പം ഉണ്ടായിരുന്ന ഒരാളാണ് സാർ. പേഴ്സണലി. ലോഹിയേട്ടൻ. ഞങ്ങൾ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിലാണ് പുള്ളി സ്ഥിരമായിട്ട് എഴുതാൻ വേണ്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രണ്ടാം ഭാവം മീശമാധവം എന്നൊക്കെ പറഞ്ഞ സിനിമേൻ്റെ കാലത്തൊക്കെ ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ ഇരുന്നിട്ട് എഴുതുന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു ചേട്ടനെ പോലെ അല്ലെങ്കിൽ നമുക്ക് വേണ്ട ഉപദേശങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരുന്ന് ഉപദേശിക്കുകയല്ല, നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ പറയുകയും ചെയ്യുകയും പുള്ളി എങ്ങനെയാണ് അത് ചെയ്യുന്നതിനെ പറ്റി ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ലോഹിയേട്ടൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകൾ വളരെ ഇഷ്ടപ്പെട്ട സിനിമകളുണ്ട്. നല്ല ക്രാഫ്റ്റുള്ള റൈറ്ററാണെങ്കിലും എനിക്ക് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത സിനിമകളുണ്ട്. വെച്ചാൽ അങ്ങനത്തെ സിനിമകൾ വേണ്ട എന്ന് തോന്നുന്ന രീതിയിലുള്ള സിനിമകളുണ്ട്. ഇപ്പോൾ കാരുണ്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ധനം എന്ന് പറയുന്ന സിനിമ, അങ്ങനെയുള്ള ഒരു ഡിപ്രഷൻ പാക്കേജുള്ള തനിയാവർത്തനം, ഇൻക്ലൂഡിങ് തനിയാവർത്തനം, കിരീടം, ഇതിൻ്റെ അകത്തൊക്കെ ഉള്ള എന്താ വെച്ചാൽ നമുക്കൊരു സിനിമ കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല, നമുക്ക് താങ്ങാൻ പറ്റില്ല, പറ്റുന്നില്ല. നമുക്ക് അത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ തരുന്നത്. അപ്പോൾ അത്രയും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ കലയിൽ ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ലോഹിയേട്ടൻ്റെ ആംഗിൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കരയുമ്പോഴാണ് നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നത്.